കാത്തലിക് സഭയുടെ കാർഡിനാൻ കൂവക്കാട് അദ്ദേഹത്തിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തു. എൻ്റെ ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ പേഴ്സണൽ നമ്പറിലും വാട്സപ്പിലും അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിലും എനിക്ക് 2 ഫേസ്ബുക്ക് അക്കൗണ്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ പല കമൻറ്റുകളും പല ആൾക്കാരും പല രീതിയിൽ ഒക്കെ പറയുകയാണ്. ഞാനത് റെക്ടിഫൈ ചെയ്യണം, അത് മാറ്റണം, ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയി. മേക്ക് ഇറ്റ് ക്ലിയർ, ഞാൻ അതിന് ഒരു അപ്പോളജി ചെയ്യാൻ തയ്യാറല്ല. അതിന് കാരണം ഞാൻ ചെയ്ത വീഡിയോ ബേസ്ഡ് ഓൺ ഈ പറയുന്ന യൂറോപ്പിലും ഇറ്റലിയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ മീഡിയയിൽ വന്ന റിപ്പോർട്ട് അത് എടുത്തിട്ട് ഒരു ഫോർമാറ്റിലാക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. അതായത് ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല. അവസാനത്തെ ഒരു കൺക്ലൂഷൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ആ അഭിപ്രായം എന്താണെന്ന് വീണ്ടും ഞാൻ പറയാം. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക പോയിന്റ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട പോയിന്റ്, ഞാൻ ഈ കാത്തലിക് സഭ റൺ ചെയ്യുന്ന ദീപിക പത്രത്തിൻ്റെ റിപ്പോർട്ടറോ എഡിറ്ററോ ഒന്നുമല്ല. കാരണം നിങ്ങൾ ആ രീതിയിലാണ് എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇൻഡിപെൻഡൻറ്റ് വ്യൂവിൽ ഉണ്ടാക്കുന്ന അനലൈസാണ്. അതിനൊക്കെ ബേസ് ഉണ്ട്, ഡാറ്റയുണ്ട്, എവിടൊക്കെയാണിത് വന്നത്, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ പിന്നെ മറ്റൊരു കാര്യം, ഈ ചില പെന്തക്കോസ്റ്റുകാരും ചില ആൾക്കാരും ചില വീഡിയോയിലൊക്കെ പറയുന്നു, എന്നെ വളരെ മോശമായിട്ട് ഞാൻ സംഘപരിവാറിന് ഇവിടെ കൊണ്ടുപോകുന്നു, BJPയുടെ കൂടെ അടുപ്പിക്കാൻ കൊണ്ടുപോകുന്നു. അത് നിങ്ങൾക്കത് തോന്നിയതിൻ്റെ കാരണം ബേസിക്കലി പൊളിറ്റിക്സിൻ്റെ ഒരു സോഷ്യോളജിയുണ്ട്. ആ സോഷ്യോളജിയിൽ മുനമ്പം അതേപോലെയുള്ള പല ഇഷ്യൂസ് ഉണ്ട് ഒരു ഭാഗത്ത്. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും, അതായത് കോൺഗ്രസ് ആണെങ്കിലും ലെഫ്റ്റും, അവരതിന് സപ്പോർട്ടീവ് അല്ല ബിക്കോസ് ഓഫ് മുസ്ലിം ലീഗ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഓപ്ഷനാണ് നിങ്ങളോട് പറഞ്ഞത്. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. കാരണം ഇതേപോലെ തന്നെയായിരുന്നു ആന്ധ്രയിലുണ്ടായത്. അവരൊരു പൊളിറ്റിക്കൽ ഫോഴ്സായി മാറി. ഇതേപോലെ തന്നെയാണ് പഞ്ചാബിലുണ്ടായത്. അവരൊരു പൊളിറ്റിക്കൽ ഫോഴ്സായി മാറി. ലേറ്റർ സ്റ്റേജിൽ പൊളിറ്റിക്കൽ ഫോഴ്സ് ആകുമ്പോൾ നാച്ചുറലായിട്ടൊരു വോട്ട് ബാങ്ക് ആയിട്ട് മാറും. അപ്പം അതിനകത്തുണ്ടാകുന്ന പൊളിറ്റിക്കൽ പോളറൈസേഷൻ വരാൻ പോകുന്ന ഇലക്ഷന് മാറ്റർ ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഏത് രീതിയിലും ചിന്തിക്കാം. അല്ലാതെ പെന്തക്കോസ്റ്റുകാരും പാസ്റ്റർമാരും ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ സുഹൃത്താണ് ഈ സാംകുട്ടി, അത് ഹല്ലേലൂയ, അതേപോലെ തന്നെ മരുപ്പച്ചയിലുള്ള യാച്ചൻകുഞ്ഞ്. നിങ്ങൾ ആലോചിക്കേണ്ട സംഭവം, ഞാൻ ഈ സാംകുട്ടിയോ അച്ചൻകുഞ്ഞോ ഈ പറയുന്ന അവരുടെ ആ രീതിയിലുള്ളൊരു ജേർണലിസ്റ്റ് അല്ല. അതായത് ആ സഭയുടെ മൗത്ത് പീസാണ് അതൊക്കെ. ഈ ദീപിക ഉൾപ്പെടെ ഹല്ലേലൂയ, മരുപ്പച്ച, ഇതേപോലുള്ള പത്രങ്ങളൊക്കെ അവർ പറയുന്ന ഒരു ശൈലിയിലും സ്റ്റൈലിലും എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ അത് വായിക്കുക, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ മറ്റേ ആൾക്കാർ പലരും ചോദിക്കുന്നു. ബേസിക്കലി ഞാൻ പറയാം, ഞാൻ നേരത്തെ ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു, സത്യമാണ്. ഞാൻ ഒരു സഭയിലും വിശ്വസിക്കുന്നില്ല, ഒരു സഭയിലും. കാരണം എൻ്റെ റീസൺ എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ്. കാരണം ഈ സഭയെന്ന് ഓർഗനൈസ്ഡ് സഭയെന്ന് പറയുന്നത് വലിയ ക്രൈം കാണിക്കുന്ന കൂട്ടരാണ്. ഓർഗനൈസ്ഡ്, ഞാൻ ഈ പറയുന്ന വാക്കിൻ്റെ അർത്ഥം തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ അകത്ത് എന്താണ് ഞാൻ ഉദ്ദേശം മനസ്സിലാക്കണം. ഓർഗനൈസ്ഡ് സഭ ഒരു റാക്കറ്റാണ്, ഒരു മാഫിയയാണ്. അപ്പം അത് പലരും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് ഒരു കാര്യം പറയാം, ഇപ്പം കാത്തലിക് പ്രസ്ഥാനങ്ങൾ അതിൻ്റെ പഴയകാല പ്രവർത്തനവും നോർത്ത് ഇന്ത്യൻ പ്രവർത്തനവും ലോകത്തിൻ്റെ പല ഭാഗത്ത് നടത്തിയ പ്രവർത്തനത്തോട് വളരെയധികം യോജിക്കുന്നയാളും ഞാൻ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത മനുഷ്യനും കൂടെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഞാൻ ഈ ആൾക്കാരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് ഞാനിത് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുവാണെന്ന്. അതിനൊത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി വെർട്ടിക്കലുണ്ട് അതിനകത്ത്. അപ്പം ഒരാൾ സഹായിക്കുന്നു, ഒരാൾ ഇതിനെ ഇതായത് ഇപ്പോൾ കാത്തലിക്സിൻ്റെ പല മൂവ്മെൻറ്റ്സ് കഴിഞ്ഞാൽ പല അവരുടെ ചാരിറ്റീസ് അത് പല രീതിയിൽ സഫർ ചെയ്യുന്നുണ്ടല്ലോ നോർത്ത് ഇന്ത്യയിൽ. അതേപോലെ പെൻറ്റക്കോസ്റ്റലിൻ്റെ
ആ ചർച്ചിൻ്റെ മൂവ്മെൻറ്റ്സ് അതിന് പല സഫർ ചെയ്യുന്നുണ്ട്. അത് റിയാലിറ്റിയാണ്. അപ്പം അതിനെ ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പാസ്റ്ററോ അച്ഛനോ ബിഷപ്പോ ആയിട്ടല്ല സഹായം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള ഡാർക്ക്നെസ് ഉണ്ട്, അന്ധകാരം. അതായത് പല ആൾക്കാരും അന്ധവിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഈ പറയുന്ന മിഷൻ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അതേപോലെ തന്നെ ഹെൽത്ത് സെക്ടറിൽ, എഡ്യൂക്കേഷൻ സെക്ടറിലും ക്രിസ്ത്യൻ മിഷനറീസ് എത്രമാത്രം സംഭാവന ചെയ്യുന്നു എന്നതൊക്കെ എനിക്ക് നേരിട്ടറിയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഈ പല പുസ്തകങ്ങളിൽ കൂടെ മാത്രം ഒന്നും വായിച്ചറിയുന്ന ആളൊന്നുമല്ല. ഇവിടൊക്കെ പോയി ആ ഗ്രൗണ്ട് സീറോയിൽ നിന്നതൊക്കെ കാണുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇത് മറ്റൊരാളുടെ ഒരു വേദപഠനവും പാഠം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ 10, 28, 30 വർഷം കൊണ്ട് ഗ്രൗണ്ട് സീറോയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ മറ്റൊരു കാര്യം പറയും, ഞാനൊരു ദൈവവിശ്വാസിയാണ്. അതായത് ഇന്ത്യനൈസ്ഡ് ദൈവവിശ്വാസിയാണ്. ഓഫ് കോഴ്സ് ഞാനൊരു സ്ട്രോങ് ദൈവവിശ്വാസിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് കുട്ടി ആഘോഷിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് അതല്ല എൻ്റെ രീതി. അത് ഇന്ത്യനൈസ്ഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ലോജിക്കലും കൂടാണ് ആ കാര്യത്തിൽ. അതായത് ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കുക, എനിക്ക് ഞായറാഴ്ച ഞാൻ ഏതെങ്കിലും ചർച്ചിൽ പോകും. അതിനിപ്പോൾ കാത്തലിക്സ് ആയാലും കുഴപ്പമില്ല, ഓർത്തഡോക്സ് ആയാലും കുഴപ്പമില്ല, പെന്തക്കോസ്റ്റ് ആയാലും കുഴപ്പമില്ല, CSI ആയാലും എനിക്കത് കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് കുഴപ്പമില്ലാത്തത്? ഇതെനിക്ക് പ്രശ്നമല്ല. അതാണ് എൻ്റെ റീസൺ എന്ന് പറയുക. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യനൈസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞ്, ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ ടെമ്പിളിൽ പോവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യനൈസ്ഡ് ആണ് ഞാനിവിടെ മുസ്ലിം പള്ളികളിൽ പോകാറുണ്ട്. ഞാൻ ഈ പ്രശസ്തമായ ഇന്ത്യയിലെയും ലോകത്തെ പല മുസ്ലിം പള്ളികളിലും ഞാൻ പോയിട്ടുണ്ട്. കാരണം എന്ത്? കാരണം അവർ ലോകത്തിൻ്റെ പാർട്ടാണ്. പക്ഷെ ഞാൻ ഇസ്ലാമിനെ അല്ല എതിർക്കുന്നത്, ഞാൻ അതിലെ ടെറർ ഗ്രൂപ്പിനെയാണ് എതിർക്കുന്നത്. അതാണ് ആൾക്കാർ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത്. എന്താണ് ടെറർ ഗ്രൂപ്പ്, എന്താണ് ഇസ്ലാം? നമുക്ക് ഇസ്ലാമിനകത്ത് പല സംശയങ്ങളും പലതുമൊക്കെ ഉണ്ട്. അതിനകത്ത് റിഫോംസ് വരണമെന്ന് എപ്പോഴും പറയുന്ന ഒരാളാണ്. കാരണം ഈ രീതിയിൽ അത് പോകാൻ പറ്റത്തില്ല. കാരണം ലോകം നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യും. അവിടെ ചേഞ്ചസ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പല ആൾക്കാരും എനിക്ക് പല മെസ്സേജുകളൊക്കെ അപ്പം ഞാൻ റിപ്ലൈ തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. റിപ്ലൈ തരുന്നേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് വത്തിക്കാനിലുള്ള ഫാദർ കാർഡിനാൽ ഞാൻ ഈ പൂവക്കാണ് ഞാൻ ലൈഫിൽ കഴിഞ്ഞ് സംസാരിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ അവിടെ ഉള്ള പല അച്ഛന്മാരോടും അവിടെ വർക്ക് ചെയ്യുന്ന ലാറ്റിൻ അമേരിക്ക, അർജൻറ്റീന, ബ്രസീലുള്ള അച്ഛന്മാരോടൊക്കെ സംസാരിച്ചു. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അമേരിക്കയിലുള്ള കാത്തലിക്സ് അച്ഛന്മാരോട് അവരോടൊക്കെ ഞാൻ സംസാരിച്ചു. അതിനുശേഷമാണ് ഏകദേശം ഇത്രയും പേരെ ആൾക്കാരാക്കിയിട്ടുണ്ട്. ചോദ്യമാണിതൊക്കെ. നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് കഴിവുള്ള ഒരാൾക്ക് ആയിക്കൂടെ മോദി ചായ അടിക്കുന്ന പ്രധാനം? ഉറപ്പായിട്ടും അതിനൊന്നും യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു പോയിന്റ് ഉണ്ട് എനിക്ക് റെക്ടിഫൈ ചെയ്ത്. കാരണം ഇദ്ദേഹത്തെ എടുത്തിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റിയാണ്. അത് ആ പോയിന്റ് ഞാൻ വിട്ടു. ഇത് സ്പിരിച്വലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ കാർഡിനാൽ എന്ന് ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ. കാരണം കാത്തലിക്സിൻ്റെ കൂടെ സ്പിരിച്വൽ രീതിയിലാണ് ഞാനത് മനസ്സിലാക്കി. പക്ഷെ അതിനകത്തൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് കഴിവുണ്ട്, ഇതൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊരു അലിഗേഷൻ നിങ്ങൾ എനിക്കെതിരെ പറഞ്ഞത് അത് ബേസ്ലെസ്സാണ് ബേസിക്കലി. അതായത് അതിന് ഒരു അടിസ്ഥാനവുമില്ല. എനിക്ക് നിങ്ങളുടെ അങ്കമാലി അതേപോലെ തന്നെ എറണാകുളം രൂപത എനിക്ക് എൻ്റെ ഇടപെടേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ചർച്ച് പൊളിറ്റിക്സിൽ വരാനേ താല്പര്യമില്ല. പക്ഷേ ഐ എം കൺസേൺ മീൻസ് കൺസേൺ. കാരണം നിങ്ങൾ അന്യോന്യം തമ്മിൽ തല്ലുന്നത് എന്തിനാണ്? റീസണുണ്ട് ആസ് എ ജേർണലിസ്റ്റിക്കൽ വ്യൂ. കാരണം എന്തിനു വേണ്ടിയാണ് തെക്കോട്ട് പോകണം വടക്ക്? ഇതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എൻ്റെ ഉദ്ദേശമായിരിക്കും. ഇതൊക്കെ ഒരു ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ ഡിസ്കസ് ചെയ്ത് തീരാവുന്ന പ്രശ്നങ്ങൾ
ഇത്രയും വലിച്ചു നീട്ടി ഒരു പോലീസ് ലാത്തി ചാർജും അച്ഛന്മാരും മെത്രാന്മാരും ഇഞ്ചേർഡ് ആകേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പം അതിനകത്ത് ഇത് പ്രേരകമായി നിന്നതിൽ ഈ പറയുന്ന ജോർജ് ജേക്കബ് കൂവക്കാട് ആ കാർഡിനാലിന് പങ്കുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്, കൃത്യമായിട്ട് അറിഞ്ഞത്. ഒരാളല്ല, പല ആൾക്കാരും പറഞ്ഞു. ഈ പറയുന്ന ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടവരല്ല ഇതിനോട് പറഞ്ഞത്, വേറെ ആൾക്കാർ. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ എത്രയും നാൾ വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തപ്പോൾ എനിക്ക് ഇവരുമായിട്ടൊക്കെ പല ആൾക്കാരുമായിട്ട് ബന്ധം സൃഷ്ടിക്കാൻ കഴിയും. അതിൻ്റെ പേരിലാണ് ഞാനത് അത് മറ്റുള്ള പത്രങ്ങളും, ഇറ്റാലിയൻ പത്രങ്ങളും, ജർമ്മൻ പത്രങ്ങളും, അർജന്റീനിയൻ പത്രങ്ങളും, ബ്രസീലിയൻ പത്രങ്ങളും, പോർച്ചുഗീസ് പത്രങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഒരു വലിയ ഘടകമാണ്. ഈ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്ത് രമ്യതയിൽ കൊണ്ടുപോകാൻ പുള്ളിയാണ് സമ്മതിക്കാത്തത്. അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി ഈ പറഞ്ഞ സത്യമാണോ അല്ലയോ. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ പത്രങ്ങൾക്കെതിരെ, അതായത് ഈ പറയുന്ന പോർച്ചുഗീസ് ആണെങ്കിലും അർജന്റീൻ പത്രങ്ങളാണെങ്കിലും ഇറ്റാലിയൻ പത്രങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് ഈ കാത്തലിക് സഭ നിയമ നടപടി എടുക്കാത്തത്? കാരണം ഇത് ഇപ്പോഴൊന്നുമല്ല, ഒരു 4-5 ദിവസം കൊണ്ട് ഇതിങ്ങനെ പോവുക. എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? നോർമൽ ചോദ്യമാണിത്. പല കാത്തലിക് പ്രീസ്റ്റുകൾ ഇതിനെപ്പറ്റി ബ്ലോഗുകൾ പല ഭാഷയിലും യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെടുത്ത് നോക്ക്. എന്തുകൊണ്ടാണ് അവർ യൂട്യൂബിനെ സമീപിക്കാത്തത്? ഇത് തെറ്റാണ് എന്ന് പറയാത്തതിൻ്റെ കാര്യം എന്താ? അതായത് ലോകത്തിലെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റി ഉള്ള ഒരു ഒറ്റ പില്ലറായിട്ട് നിൽക്കുന്ന സഭയാണ് കാത്തലിക് സഭ. അതൊരിക്കലും തളരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് ഞാൻ പോപ്പിനെതിരെ, ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ പല പോളിസീസിനെതിരെ ഞാൻ വീഡിയോ ചെയ്തത്. കാരണം തെറ്റാണ് അദ്ദേഹം ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഈ കൺക്ലൂഡ് ചെയ്തൊരു പാർട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഈ ഓർത്തഡോക്സ് യാക്കോബായ തർക്കം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു 2 വീഡിയോ ചെയ്തു. ഒന്നാമത്തെ വീഡിയോ നിങ്ങൾക്കറിയാം എന്താ ഞാൻ ചെയ്തത്. അതായത് കാത്തലിക് MD സെമിനാരിയുടെ അരമനയിൽ, അതായത് കോട്ടയത്ത് എന്നെ വിളിച്ചു വരുത്തിയ സംഭവം. പഴയ ബാബൈ, ഇപ്പോഴത്തെ ബാബൈ, അതിൻ്റെ മീഡിയേറ്ററായി നിന്നിരുന്ന ഡൽഹിയിലുണ്ടായിരുന്ന റംബാച്ച്. ഞാൻ പറഞ്ഞു ഈ സംഭവം എന്താണ് പറഞ്ഞത്, എന്താണ് ചതി യാക്കോബ സഭ ഒതുക്കുന്ന കാര്യത്തിൽ. അത് കഴിഞ്ഞ് 2ാമത്തെ വീഡിയോ ചെയ്തു. കാരണം ഇത് PC അലക്സാണ്ടറെ കോട്ട് ചെയ്ത് വർഷം തെറ്റായിപ്പോയി. അത് ഞാൻ റെക്ടിഫൈ ചെയ്ത് 2ാമത്തെ വീഡിയോ ചെയ്തു. അപ്പം അതിനുശേഷം മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ യാക്കോബക്കാർ എന്നെ നിരന്തരം അങ്ങ് വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർ പറയുന്നത് ഞാൻ ആ തെളിവ് പുറത്ത് വിടണം, എത്രയും വേഗം പുറത്ത് വിടണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, സീനിയറായിട്ടുള്ള അച്ഛന്മാരും തിരുമേൻ ബിഷപ്പുമാരും ഒക്കെ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ അമേരിക്കയിലുള്ളപ്പോൾ. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് സെയിമാണ് ഞാൻ ഈ പറയുന്ന അങ്കവാലി, ഈ എറണാകുളം, ചങ്ങനാശ്ശേരി അവരോടും പറയുന്നത് സെയിം കാര്യമാണ് ഞാൻ അവരോട് പറഞ്ഞത്. എനിക്ക് ഓർത്തഡോക്സ് സഭ നശിക്കണമെന്നും യാക്കോബായ സഭ നശിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല 1% പോലും. പക്ഷേ ഇവർ ശവശരീരം വെച്ച് നടത്തുന്ന ഈ പബ്ലിക്കിൽ കാണിക്കുന്ന ലൂയിസെറ്റ്സ്, പള്ളി പിടിച്ചെടുക്കൽ ഡ്രാമ, ഇതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അല്ല, സഭയ്ക്കെതിരെയല്ല ഞാനിത് പറയുന്നത്. അതായത് അതിൻ്റെ അകത്ത് കുറച്ച് ഇൻഡിവിജ്വൽസും കുറച്ച് ആൾക്കാരും ഈ പറയുന്ന കോർട്ടും സുപ്രീം കോർട്ട് കേസെടുത്ത് എന്തും ബുൾഡോസ് ചെയ്യാം. ആ വിശ്വാസികൾക്കെതിരെ തിരിയുമ്പോഴാണ് ഞാൻ ഇത് പറയുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെയാണ്, ഇവിടെ വിശ്വാസികൾക്കെതിരെയാണ് സഭയുടെ മെത്രാന്മാരും പല ആൾക്കാരും തിരിഞ്ഞത്. എനിക്കറിയാവുന്ന, അപ്പം ഞാൻ ആലുവയിൽ താമസിച്ച് എനിക്കറിയുന്ന എത്രയും കാത്തലിക്സ് ആൾക്കാരുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ വന്ന് ഹെൽപ്പൊക്കെ ചെയ്യുന്നവർ എത്രയും പേരുണ്ട്, സ്ത്രീകളും അവരുമൊക്കെ. ഇവർ തന്നെ പറഞ്ഞിട്ട് എന്തുവിനെ ഈ അടി ഉണ്ടാക്കുന്നത്? പള്ളിയിൽ പോകാൻ മോശം, പോകാൻ പറ്റത്തില്ല, അവിടെ അടി, ഇവിടെ അടി. അപ്പം നിങ്ങളെന്തുകൊണ്ട് ഇത് അഡ്രസ്സ് ചെയ്യുന്നില്ല? ഇത് വലിയ ഭയങ്കര വാർമൊന്നും അല്ലല്ലോ. ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലല്ലോ. സഭയിലെ അച്ഛന്മാരും ബിഷപ്പുമാരും ഇവർ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ തീർക്കാവുന്ന ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പം ആരാ ഇത് തീർക്കാത്തത്? ഈ ചോദ്യത്തിനും കൂടെ നിങ്ങൾ എനിക്ക് ഉത്തരം ആരാണ് തീർക്കാത്തത്? അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഉറപ്പായിട്ട് എനിക്ക് ആവശ്യമുണ്ട്.
കാരണം ക്രൈസ്റ്റിൻ്റെയും ബൈബിളും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ കച്ചവടം നടത്തുന്നത്. അപ്പം അതിനെ ഞാൻ ചോദ്യം ചെയ്യും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എൻ്റെ ഈ ചാനൽ കണ്ടാൽ ഒരു പുല്ലുമില്ല. ഓക്കെ, മേക്ക് ഇറ്റ് ക്ലിയർ. ഇത് എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ചാനലാണ്. കാരണം ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന ഇഷ്യൂവിനെ നിങ്ങളത് സത്യമാണോ അല്ലയോ എന്ന് പറയാം. നിങ്ങൾ എന്തിനാണ് അടി ഉണ്ടാക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് അടി ഉണ്ടാക്കുന്നത്? വിശ്വാസികൾക്ക് വേണ്ടിയാണ് അടി ഉണ്ടാക്കുന്നത്? പോപ്പിന് വേണ്ടിയാണ് അടി ഉണ്ടാക്കുന്നത്? പോലീസിനെ കയറി ലാത്തി ചാർജ് ഉണ്ടാവും. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇത് ചോദിക്കണ്ടായോ? ഇതാരാ ചോദിക്കുന്നേ? ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ട് ഗ്രൂപ്പായിട്ടങ്ങ് തിരിയുന്നു. ഇതാരാ ഇതിൻ്റെ അകത്ത് സോർട്ട് ഔട്ട് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്? വാറ്റിക്കാൻ ഉറപ്പായിട്ടും സീനിയറായിട്ടുള്ള ബിഷപ്സ് രണ്ട് കൂട്ടരെയും പറഞ്ഞ് സംസാരിച്ച് എത്രയോ പേരുണ്ട് കാത്തലിക് സഭയിൽ വളരെ ഹൈ പ്രൊഫൈലായിട്ടുള്ളവർ, സഭയുടെ പുറത്തും അല്ലാത്തവരും. അവരെ കൊണ്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ക്രൈസ്റ്റിൻ്റെ സ്നേഹമാണ് ഈ പറയുന്നത്? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എന്താ? അത് കഴിഞ്ഞ് നമുക്കിൻ്റെ പൂവക്കാടിൻ്റെ കാര്യം സംസാരിക്കാം. ഗുഡ് ബൈ.